ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ചേട്ടയ്ക്ക് ഡേ ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു 6:10 ചേട്ടയെ പോകാനായിട്ട് ഇറങ്ങി. ഞാനോട്ടും പപ്പയെ കിടന്ന് നല്ല ഉറക്കാം കേട്ടോ. ചേട്ടൻ വയ്ക്കും മമ്മിയോട് കുറച്ച് എവിടെ കിടന്നോളാൻ പറ്റും. ഞാനും വീണ്ടും പോയി കിടന്നിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നത്തേക്ക് പപ്പയും മമ്മിയും പള്ളിയിലേക്ക് പോകാം കേട്ടോ. പപ്പയും മമ്മിയും പോയപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ വേഗം പോയി റെഡി ആയിട്ട് ഞങ്ങളും പതുക്കെ പോകാനായിട്ട് ഇറങ്ങി. ഈ ആഴ്ച ഞങ്ങളിന്നിപ്പോൾ കറക്റ്റ് ഗേറ്റ് തുറക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോസ്റ്റ് ഒന്നും ആയില്ല. പിന്നെ നേരെ പള്ളിയിൽ ചെന്നു കേട്ടോ. ഞാനൊരു വീഡിയോ എടുത്തപ്പോഴാട്ടോ ശ്രദ്ധിച്ചത് ഹെൽമെറ്റ് വരാണ്ട് ആൾ പോണേന്ന്. പിന്നെ വേഗം ഞാൻ ഹെൽമെറ്റ് കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ നേരെ പള്ളിയിലേക്ക് പോയി. കഞ്ഞൂടിയൊക്കെ ഞാട്ടിൻ്റെ സൺഡേ ക്ലാസ്സിൽ എത്തിയിട്ട് ഞാൻ നേരെ പുത്തുകുരിശ് വീട്ടിട്ടാട്ടോ വന്നത്. കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നേ. അപ്പച്ചനും അമ്മച്ചും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ കീ ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടയുടെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വന്ന് കഴുകി കിട്ടും. വീട്ടിൽ പോകുന്നതിന് മുമ്പ് കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് പോന്നിട്ട് മടക്കാനായിട്ട്. സമയം എന്താണെന്നറിയില്ല, പറക്കുമായിരുന്നേ. വേഗം അതും വന്ന് മടക്കി ആകെ അടിച്ചു വരുമ്പോൾ തന്നെ ടൈം ആയായിരുന്നു. ആകുച്ചട്ടയ്ക്ക് ഞാനോട്ടിക്ക് ഓരോ മിഠായിയൊക്കെ മേടിച്ചതേ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും മമ്മി പച്ചമാങ്ങ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി തന്നേ. പിന്നെ നീ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാനോട്ടിക്ക് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് മമ്മി വാരി കൊടുത്തില്ല, എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് തൃപ്പൂണിത്തുറ വരെ പോകണമായിരുന്നേ. പോകണൊരിക്കതേ കുക്കീനെ കണ്ടു കേട്ടോ. കുഞ്ഞാപ്പ ഉണ്ടായിരുന്നു ഡുക്കിയുടെ മോളാണ്. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തുറ വന്ന് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പ വിളിച്ചിട്ട് പറഞ്ഞാൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഞങ്ങളും വന്നിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടെന്ന് കേട്ടോ. പിന്നെ അവരും വന്നേ. ഇപ്പോൾ കുറച്ചായിട്ട് ആൻറ്റിക്ക് സ്ഥിരം പരിപാടി ഒളിച്ചുകളി കേട്ടോ. അവിടെ ചെന്നിട്ട് പോലും കളിച്ചുകൊണ്ടിരിക്കട്ടെ പപ്പേനും ആൻറ്റിയും കൂടി. കുറേ നേരം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോണ വഴി കൂടിയൊക്കെ ആ സ്റ്റോളും തലയിൽ വെച്ച് കിടപ്പായിരുന്നേ. പിന്നെ ശരവണ ഭവനിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നേ. ഞങ്ങൾ 3 പേരും ഗീ റോസ്റ്റായിട്ട് കഴിച്ചത്. മമ്മി ചില്ലി പൊറോട്ടയാണ് കഴിച്ചത്. നല്ലതായിരുന്നു ചില്ലി പൊറോട്ട. ഗീ റോസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിപ്പോൾ വീണ്ടും ഞാനോട്ട് ഒളിച്ചാണ് തുടങ്ങി കേട്ടോ. പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് അടിച്ച് വേറെ ആരും വെല്ലാൻ്റെയൊക്കെ വന്നാണേ. വെല്ലാൻ്റെ പപ്പയുടെ മൂത്ത പെങ്ങളാട്ടോ. പിന്നെ ചേച്ചിമാരും ചേട്ടനും എബിക്കുട്ടിനും റിയക്കുട്ടിയും ഇഹാൻ ബേബിയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ അടുത്തൊരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി വന്നതാട്ടോ അവർ. അവർ നേരെ കുറച്ച് നേരമായിട്ട് സംസാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് അധികം നേരം നിന്നില്ല കേട്ടോ. അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകാനായിട്ട് ഇറങ്ങിയേ. ഇഹാൻ ബേബിക്ക് പോകാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവരെ യാത്രയൊക്കെ പുറത്തിറങ്ങി. ഇപ്പോൾ ആൻറ്റിക്ക് പുതിയൊരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞാൽ അവർ പോയേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും കാര്യമായിട്ട് വിശക്കണമെന്നുണ്ടായില്ല കേട്ടോ. പിന്നെ പപ്പയും മമ്മിയും മരിച്ചോടത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയിട്ടോ. ആ ടൈമിൽ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയിട്ട് എനിക്കത് ഭയങ്കര ഉറക്കം വരുമായിരുന്നേ. ഞാൻ ട്രൈപ്പോഡിൽ ഫോൺ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടാട്ടോ കിടന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കൂടി പോയി ഞാനിട്ട് അത് ഓൺ ചെയ്തിട്ട് വന്ന് എൻ്റെ അടുത്ത് കിടക്കണം കേട്ടോ. പപ്പയും മമ്മിയും വന്നപ്പോഴാട്ടോ പിന്നെ എഴുന്നേറ്റത്. പിന്നെ കിടന്നിട്ട് എന്ത് ചെയ്ത് ഉറക്കം വന്നിട്ടുണ്ടായില്ലേ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനോട്ട് ഒളിച്ച് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങി കേട്ടോ. മമ്മിക്ക് കാലും വയ്യ വേദനയാണെന്നുകൊണ്ട് മമ്മി അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ എന്നെയും പപ്പേനെയും കുത്തിപ്പൊക്കി പിന്നെ കളി അങ്ങ് തുടങ്ങിയിട്ടോ ആള്. പപ്പ വിളിക്കേണ്ട എവിടെയാണെന്ന് ആലോചിച്ചും പിടിച്ച് നിന്ന് അവസാനം പപ്പ വിളിക്കാൻ പോയപ്പോൾ കറക്റ്റ് ഞാൻ പപ്പേനെ കണ്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.